നാട്ടിലെത്തിയാൽ പിന്നെ ചക്കയും കപ്പയും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഇന്നും ചക്ക പറിച്ചു. അപ്പോൾ മഴയൊക്കെ തുറന്ന സമയം നോക്കി ഒരു ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിനെ വെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ക്ലീൻ ചെയ്യേണ്ട ജോലി എൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ചക്കക്കുരുവും ചകണിയും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കുന്ന പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ വലിയ അരക്കൊന്നും ഉണ്ടായിരുന്ന ചക്കയല്ല, അതുകൊണ്ട് തന്നെ ഒരുക്കിയെടുക്കാനും നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ചക്കയുടെ കുരുവും ചകണിയും ഒക്കെ കളഞ്ഞ് എല്ലാത്തിൻ്റെയും തന്നെ ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അരിയുന്ന ജോലി അമ്മയ്ക്കുള്ളതാണ്. കാരണം എനിക്കിത്രയും സ്പീഡിൽ അരിയാനും അറിയത്തില്ല. എല്ലാം ഇങ്ങനെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഷേപ്പിൽ കിട്ടത്തുമില്ല. അതുകൊണ്ട് അരിയാൻ വേണ്ടിയിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ പെട്ടെന്ന് അരിയുകയും ചെയ്യും, നല്ല കന്നം കട്ടി കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ചക്കയൊക്കെ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർക്കുക. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞളും മുളകും 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കിട്ട് ഒന്നും കൂടി ആവി കയറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.